ചേച്ചി, ഇന്ന് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ നല്ലോണം എഴുതാൻ പറ്റിയാ? പെട്ടെന്ന് പഠിച്ചു തീർക്കണമെന്ന് ചേച്ചിയോട് ഭൂപതി പറയും. Was a kind of tax rebate that Kerala coast used to. കാരണം വെളിച്ചമില്ലാത്തവർക്ക് സമയം കുറവാണ്. സന്ധ്യയായ പഠിക്കണമെന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമുള്ള ഒരു സങ്കടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മെഴുകുതിരി വാങ്ങിച്ച് നമ്മൾ കഷ്ടപ്പാടിൽ നിവൃത്തിയായിട്ട് പോവുകയാണ്. SSLC പരീക്ഷയാണ്. അക്ഷരങ്ങൾ തെളിയണമെങ്കിൽ സ്വയം പ്രകാശം കണ്ടെത്തണം. ചൂടെടുക്കുന്ന തകര ഷീറ്റിന് താഴെ ഉലയുന്ന അരണ്ട വെളിച്ചത്തിൽ പഠിക്കണം. മെഴുകുതിരി വെട്ടത്തിരുന്ന് പഠിക്കണമെന്ന് ചെറിയ സങ്കടമൊക്കെ തോന്നും. അതായത് ചൂടത്തിരുന്ന് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ്റടിക്കുമ്പോഴതൊക്കെ ഇത് അണഞ്ഞു പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്സാമിന് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ഡിപ്രഷൻ അടിച്ചൊക്കെ പോകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്. വൈദ്യുതി എത്താത്ത 2 വർഷങ്ങൾ. ഇക്കാലം അത്രയും നീതി നിഷേധത്തിൻ്റെ ഇരുട്ട്. ഇവിടെ 24 വർഷമായിട്ട് അവിടെ ഈ കേരളത്തിലൊന്നും താമസിക്കുന്ന വാടക വീട്ടിലേക്കൊക്കെയാണ് നമ്മൾ താമസിച്ചായിരുന്നു. നടപടി കാര്യങ്ങളെല്ലാം എൻ്റെ പ്രമാണത്തിൽ മുൻപ്രമാണം പീരിക്കുന്ന പ്രമാണം എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അപ്പുറം ഉള്ള എല്ലാ വസ്തുവും ഒരു വ്യക്തി വാങ്ങിച്ചതിൻ്റെ ഇതിൽ വെച്ചിട്ട് എൻ്റെ നടപടിയെ ചെറുത്ത് നിർത്തുകയും മതിൽ കെട്ടുകയും ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇരുട്ടിലാക്കിയത് വഴിത്തർക്കം. കളക്ടർ ഓഫീസിൽ കൊടുത്തതിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കറണ്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പഠിച്ചു തീർത്തതൊക്കെ മെഴുകുകൂനുകൾ. നിഴൽ ചിത്രങ്ങൾക്കിടയിൽ പിന്നെയും പഠനം തുടരുന്നു. എനിക്കുള്ള ഈ ബുദ്ധിമുട്ട് അവന് വരണ്ടെന്നുള്ളതാണ്. അതിന് മുമ്പ് കറണ്ട് കിട്ടിയ സന്തോഷമാണ്. ഈ നേരത്തെ വെളിച്ചത്തിനപ്പുറം ഇരുട്ടാണ്. 2 വർഷത്തിനിടെ ഇങ്ങനെ എത്ര മെഴുകുതിരികൾ ഉരുകിത്തീർന്നിട്ടുണ്ടാകും. അപ്പോഴും ഇവർ സ്വപ്നം കാണുന്നത് വരാനിരിക്കുന്ന ആ വലിയ വെളിച്ചം തന്നെയാണ്. നമ്മൾ ഇത്രയും വർഷം ഈ ഒരു ഇരുട്ടത്തൊരു സിറ്റുവേഷൻ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷന് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം. കഠിനംകുളത്തെ ഈ വീട്ടിൽ വല്ലാത്ത ഇരുട്ടാണ്. അധികാരികളുടെ നിസ്സംഗത പടർന്ന ഇരുട്ടിൽ തപ്പി 4 ജീവനുകൾ. പ്രേം ശശിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.